സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളം പണം ഉണ്ടാക്കാമല്ലോ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഒരു തൊഴിലും അഭ്യസിക്കാത്തവർക്ക് അല്ലെങ്കിൽ മടിയന്മാർക്ക്, അലസന്മാർക്ക്, തൊഴിൽ അറിയാൻ മേലാത്തവർക്കുള്ള ഒരു പരിപാടിയല്ല സംരംഭം എന്ന് പറയുന്നത്. സംരംഭങ്ങൾ എന്ന് പറയുന്നത്, വ്യവസായം എന്ന് പറയുന്നത് ഒരു തൊഴിലിൽ ഒന്നോ അതിലധികമോ തൊഴിലുകളിൽ വൈദഗ്ധ്യം നേടിയവർക്കുള്ള അടുത്ത പടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തൊഴിലും അറിയാൻ മേലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ടൊരു തൊഴിൽ ചെയ്യാൻ പഠിക്കുകയാണ്. ആ തൊഴിൽ ചെയ്താൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തൊഴിൽ ചെയ്യുന്ന ഒരു വിദഗ്ധൻ എന്ന നിലയിൽ നിങ്ങൾക്ക് സേവനം കൊടുക്കാൻ കഴിയും. അതിനായിട്ടൊരു സംരംഭം തുടങ്ങാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് അതുമായി അനുബന്ധമായ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുവാനായിട്ടൊരു സംരംഭം ഉണ്ടാക്കുവാൻ കഴിയും. അപ്പോൾ വിദ്യാഭ്യാസം ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ചിലരെങ്കിലും സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്കൊരു പെട്ടെന്ന് വേറെ ജോലിയൊന്നും ശരീരാധ്വാനം ഇല്ലാതെ വരുമാനം ഉണ്ടാകണമെന്നുള്ള കാര്യത്തിലാണ്. എന്നാൽ അവരാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവർ പഠിച്ചത്, ഉദാഹരണത്തിന് ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം ഉടനെ ഒരു യൂണിറ്റ് തുടങ്ങിയാണ്, മെഷീൻ മാനുഫാക്ചറിങ്. പരാജയപ്പെടും. കാരണം എന്താണ്? അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇതിനെ സംബന്ധിച്ച് യാതൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ആളാണ്, ഒരു നല്ല സംരംഭകനാകാൻ ആഗ്രഹവുമുണ്ട്. നിങ്ങൾ ആദ്യം ഈ തൊഴിൽ പഠിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഈ തൊഴിൽ നിങ്ങൾക്ക് ഭാവിയിൽ സഹായകരമാകുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ചേർന്ന് അവിടുന്ന് പണി പഠിക്കുക. നല്ലൊരു പണിക്കാരനായി മാറുക. അവിടെ ഒരു 2 വർഷം നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ശമ്പളം കുറഞ്ഞാലും കൂടിയാലും ട്രെയിനി ആയിട്ടാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു സേവനം കൊടുക്കുവാനോ, നല്ലൊരു സേവനം കൊടുക്കുവാനോ, അതിൻ്റെ നല്ലൊരു പ്രതിഫലം വാങ്ങുവാനോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ലൊരു ഉൽപ്പന്നം ഉണ്ടാക്കുവാനോ സാധിക്കും. അതുപോലെ തൊഴിലൊന്നും അറിയാൻ മേലാത്ത ഒരാളെ സംബന്ധിച്ചും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അവർ നന്നായിട്ട് ഒരു സാധനം ഉണ്ടാക്കുവാനായിട്ട്, കഷ്ടപ്പെടുവാനായിട്ട്, പഠിക്കുവാനായിട്ട് തയ്യാറാകുക. വിദഗ്ധനായി കഴിയുമ്പോൾ അവർക്കത് തന്നെ വരുമാനത്തിൻ്റെ വഴികൾ ഉണ്ടായി വരും, തന്നെ സംരംഭകത്തിൻ്റെ വഴികൾ തുറന്നു വരും. അപ്പോൾ ഒരു തൊഴിൽ പറയാതെ നിങ്ങൾ സംരംഭം ചെയ്യാനായിട്ട് തുടങ്ങരുത്, തുനിയരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലുമൊക്കെ തൊഴിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ വൈദഗ്ധ്യം നേടുകയാണ്. അതിൽ വിദഗ്ധനാകുക, അത് നന്നായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഏറ്റവും നല്ലത് നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ അതുപോലത്തെ ഒരു സംരംഭത്തിൽ നിങ്ങളൊരു ജോലിക്കാരനായി കയറുക. ആ ജോലി ചെയ്ത് അവിടുത്തെ പണികൾ പഠിക്കുക. നല്ല വിദഗ്ധനായ, നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായ ഒരു ജോലിക്കാരനായി ചെയ്യുമ്പോൾ നിങ്ങളെ അവിടുത്തെ പല മേഖലകളിലേക്കും നിങ്ങളെ നിയോഗിക്കും, നിങ്ങളെ ഉയർത്തും. അപ്പോൾ നിങ്ങൾ അതിലെല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വൈദഗ്ധ്യം നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും വലിയൊരു ജോലിക്കാരനാകാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർട്ടിഫിക്കറ്റ്, വിലയുള്ള സർട്ടിഫിക്കറ്റുള്ള കമ്പനി കയറണമെന്നാണ്. എന്നാൽ ഈ വലിയ കമ്പനി കയറിയാൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ പീസ് വർക്ക് മാത്രം ചെയ്തുകൊണ്ട് തന്നെ അവർ എത്ര വർഷം നിന്നാലും അങ്ങനെ നിൽക്കേണ്ടി വരും. എന്നാൽ നിങ്ങളൊരു സംരംഭകനാകാനാണ് ഒരുക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഒരു ചെറിയ യൂണിറ്റിലാണെങ്കിലും എല്ലാവിധമായ പണികളും അഭ്യസിക്കുന്ന, ഉദാഹരണത്തിന് മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന ചെറിയൊരു യൂണിറ്റ് ആയിരിക്കാം. അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരിടത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പണി പഠിക്കും. ഈ സർട്ടിഫിക്കറ്റുകാരനെ, പണി അറിയാൻ മേലാത്ത സർട്ടിഫിക്കറ്റുകാരനെ എങ്ങും ഉപയോഗിക്കാൻ പറ്റുകയില്ല. എന്നാൽ പണി അറിയാവുന്നവന് സർട്ടിഫിക്കറ്റ് നോക്കിയില്ല. കാര്യം, ഒരു സ്ഥാപനം നടത്തുന്നവന് പണി നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് വേണ്ടത്. എല്ലാവർക്കും വേണ്ടത് അതാണ്. അത് നിങ്ങൾക്കറിയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് അത് നേടുക, നിങ്ങളുടെ കഴിവുകളെ ആർജിക്കുക, നിങ്ങളുടെ കഴിവുകളെ ശക്തീകരിക്കുക, നിങ്ങളുടെ കഴിവുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ നോക്കുക, പരമാവധി കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് സ്വയമേ വരുമാനത്തിനുള്ള വഴികൾ തുറന്നു തരുമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത് അലസന്മാർക്കുള്ള പരിപാടിയല്ല, ഇത് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട്
കാര്യങ്ങൾ പഠിക്കുന്നവർക്കുള്ള വഴിയാണ്. അവർക്ക് വേണ്ടി പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടും. ഈ പറയുന്ന വലിയ വലിയ മേഖലകളിലേക്ക് ഉയർന്നിട്ടുള്ള വ്യവസായികളെല്ലാം തന്നെ, ചെറിയതിൽ നിന്ന് വലുതിലേക്ക് ഉയർന്നിട്ടുള്ളവരെല്ലാം അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പല കാര്യങ്ങൾ സ്വായത്തമാക്കി പലതും അഭ്യാസം ചെയ്ത് അവർ തന്നെ കഷ്ടപ്പെട്ട് ഉയർന്നുയർന്ന് വന്നിട്ടുള്ളതാണ് ഇതെല്ലാം. നിങ്ങൾക്കും അങ്ങനെ ഉള്ള ഒരു വളർച്ചയാണ് ശാശ്വതമായ ശരിയായിട്ടുള്ള വളർച്ചയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കഷ്ടപ്പെടാനും പഠിക്കുവാനും തയ്യാറാകുന്ന പോലെ, വൈദഗ്ധ്യം നേടുവാനും തയ്യാറാകുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ഇൻറ്റഗ്രിറ്റി, ഒരു നല്ല സ്വഭാവശ്രേഷ്ഠത ഉണ്ടാകുക എന്നുള്ളത്. ജോലിയിലാണെങ്കിൽ ആത്മാർത്ഥത, ഒരു സത്യസന്ധത, സൗമ്യത, ഇതൊക്കെ നമുക്കൊരു വ്യവസായം സംരംഭകനായി വിജയിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. ഇതില്ലാത്തവർക്കൊന്നും ഒരു സംരംഭവും നല്ല നിലയിൽ വിജയിപ്പിക്കാൻ, അവരുടെ ജീവിതം വിജയിപ്പിക്കാനോ സാധിക്കില്ല. നല്ല ചില കുറുക്കുവഴിയിലൂടെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്നതാണ് ആളുകൾക്ക് പൊതുവേ താല്പര്യം. എന്നാൽ അതൊക്കെ പരാജയപ്പെടുന്ന വഴികളാണ്. എന്നാൽ ഇത് നിലനിൽക്കുന്ന വിജയവും നിലനിൽക്കുന്ന സംതൃപ്തിയും നൽകുന്ന സംരംഭങ്ങളും ജീവിതവും നേടുന്നതിനുള്ള വഴികളാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യം മുതലുള്ള വീഡിയോകൾ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും. താങ്ക് യു.